മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് തിന്ന് ഒരുപാട് മധുരമല്ലേ, മധുരം കുറേ കഴിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. മൈസൂർ പാക്കിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അത് നന്നായിട്ട് കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ അതിൽ ഒഴിച്ച എണ്ണകളൊക്കെ വെളിയിൽ തെളിഞ്ഞ് വരും. അതുവരെ നിങ്ങൾ ആക്കിയെടുക്കുക. എന്നിട്ട് എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചെടുക്കുക. അതിപ്പോൾ ഞാൻ 2 കപ്പ് കടലപ്പൊടി വെച്ച് കണ്ടിട്ട് ഉണ്ടാക്കിയ മൈസൂർ പാക്കാണ്. ഇത് അവക്കാട എന്തോ ഒരു സാധനമില്ലേ ജ്യൂസ് അടിക്കണേ, അത് വെച്ച് കണ്ടിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കിയതായിരുന്നു. അതുണ്ടാക്കിയ ഒരു ഇത് തോന്നിയപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. അപ്പം ഞാനിത് ഇതുപോലെ ആക്കി കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമൃതപ്പൊടി ഇട്ട് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. എത്ര വേണം അതിനൊക്കെ നിങ്ങൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് നോക്കിയാൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിൽ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ബോൾസ് മാതിരിയുണ്ട്. ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കണ്ടിട്ട് അങ്ങനെ ആക്കി കണ്ടിട്ട് കഴിക്കുന്നവരാണ് അങ്ങനെ കഴിക്കാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും. അപ്പോൾ ഇത് പല രീതിയിലും ആക്കിയാണ്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയാണ്ട് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ ആരും മറക്കണ്ട. സ്വീറ്റ് ഐറ്റംസ് എല്ലാം പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി